ഗായ്സ്, അപ്പോൾ കുറേ നാൾക്ക് ബ്രേക്കിന് ശേഷം ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മളൊരു ബ്രേക്ക് എടുത്തിട്ട് ഒരു ട്രിപ്പ് പോവാണ്. എവിടെയാണ് പോകണമെന്ന് കാണിച്ചത് അവൻ കപ്പലൊക്കെ കണ്ടുമല്ലോ, മനസ്സിലാവുന്നുണ്ട്. ബ്ലൂ സ്റ്റാർ ഫെറീസ്. അപ്പോൾ നമ്മളിപ്പം ഗ്രീസിലെത്തിയിരിക്കുകയാണ്. സോ ഗ്രീസിൽ നമ്മൾ ഇന്നിപ്പോൾ ഏതൻസ് നിന്ന് സാന്റോണിക്ക് പോകും. നമ്മൾ ഇന്നലെ ആക്ച്വലി എത്തി, പക്ഷെ അത് ഭയങ്കര ഫുൾ ഹെക്ടിക്കാണ്, നമ്മളൊന്നും ഷൂട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ ഇന്നലെ എത്തി, ഇവിടെ കിടന്നുറങ്ങി. ഇന്നിപ്പോൾ നമ്മൾ ഏതൻസ് നിന്ന് സാന്റോണിയിലോട്ട് പോവാണ്. നമ്മൾ ഈ കപ്പലിലോട്ടാണ് പോകുന്നത്. ചെന്താണ് ചെന്ത നല്ല കാറ്റുണ്ട്, നമ്മളിങ്ങനെ കവർ ചെയ്ത് വെച്ചില്ലെങ്കിൽ സീനാവും. അപ്പോൾ ഇനി എന്തായാലും കപ്പലിൽ കയറിയിട്ട് കാണാം. അയ്യോ പോലെ നമ്മൾ ഇന്ത്യയിൽ നിന്ന് എങ്ങനെയാണ് ഏതൻസ് എത്തിയെന്നുള്ളത് അറിയണ്ടേ. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു ഷോർട്ടായിട്ടുള്ള വീഡിയോയും കൂടി ഞാൻ എടുത്തിട്ടുണ്ട്. അതായത് നമ്മൾ ഇന്ത്യയിൽ നിന്ന്, അത് മുംബൈയിൽ നിന്നായിരുന്നു നമ്മുടെ ആദ്യത്തെ ഫ്ലൈറ്റ്. സോ മുംബൈയിൽ നിന്ന് നമ്മൾ ബഹ്റിനിലോട്ടാണ് പോയി. ബഹ്റിനിൽ പോയതല്ല, അവിടെയാണ് ലേ ഓവർ. അത് കഴിഞ്ഞിട്ട് ബഹ്റിൽ നിന്നാണ് ഏതൻസിലോട്ട് ഡയറക്റ്റ് ഫ്ലൈറ്റ് ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു കുട്ടി ട്രിപ്പും കൂടി നമുക്കൊന്ന് കണ്ടിട്ട് വരാം. എന്നിട്ട് ശേഷം നമുക്ക് ഏതൻസിൽ നിന്ന് സാന്റോണിക്ക് ഫെറി പിടിക്കാം. അപ്പോൾ അത് കണ്ടിട്ട് വരാം. മുംബൈയിൽ നിന്ന് രാവിലെ ഒരു 6:30 ഫ്ലൈറ്റ് ആയിരുന്നു. അത് പിന്നെ ബഹ്റൈനിൽ ചെന്ന് ഇറങ്ങുന്നത് ഏതാണ്ട് ഒരു 11-11:15 ആ സമയത്ത്, ലഞ്ച് ടൈമിന് കുറച്ച് മുന്നേ ആയിട്ട്. അപ്പോൾ നമ്മളിപ്പോൾ ചെന്ന് ലാൻഡ് ചെയ്യാൻ പോകുന്നത് ബഹ്റിനിലോട്ടാണ്. ആദ്യമായിട്ടാണ് ബഹ്റിനിലെത്തുന്നത്. പക്ഷെ എന്തായാലും ലേ ഓവറിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ബഹ്റിനൊക്കെ ഒന്ന് കാണാൻ പറ്റി. ബഹ്റിൻ കാണാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ബഹ്റിൻ എയർപോർട്ട് കാണാൻ പറ്റി. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു. എസ്പെഷ്യലി ബഹ്റിൻ എയർപോർട്ടിൻ്റെ എന്താ പറയുക, ഭയങ്കര ക്ലീൻ ആൻഡ് മെയിൻറ്റൈൻഡ് ആയിരുന്നു. ബാക്കിയെല്ലാം ലൈക്ക് ബാത്റൂമും കാര്യങ്ങളെല്ലാം തന്നെ. പിന്നെ നമ്മുടെ ലേ ഓവർ ആണെങ്കിലും ഭയങ്കര ഷോർട്ട് ടൈം, ലൈക്ക് ഒരു 2 hour മാക്സിമം. നമ്മളിപ്പം ഇറങ്ങി അടുത്ത ഫ്ലൈറ്റ് ഇറങ്ങി ജസ്റ്റ് ഒന്ന് ഫ്രഷ്നപ്പ് ആയി കഴിയുമ്പോഴേക്കും അടുത്ത ഫ്ലൈറ്റ് ബോർഡ് ചെയ്യാനുള്ള ടൈമാവും. അപ്പോൾ നമുക്ക് അധികം നേരം അവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ എല്ലാ ഒരു 1-2 hours നമുക്ക് എന്തായാലും നന്നായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു എയർപോർട്ട്. സോ സീറ്റ് പൊസിഷനൊക്കെ റെഡി ആയത്, സീറ്റ് ബെൽറ്റൊക്കെ ഇട്ട് നമ്മളവിടെ ഇരുന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഫ്ലൈറ്റ് എടുത്തിട്ട് ഒരു അരമണിക്കൂറായപ്പോഴേക്കും ഒരു ഫുഡ് വന്നു. അത് ലഞ്ചിന് ടൈമായിരുന്നല്ലോ, അതായത് 1 മണിയൊക്കെ ആയി. അപ്പോൾ ലഞ്ച് പ്രോപ്പറായിട്ട് തന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ എയർലൈൻ ഗൾഫ് എയർ ആയിരുന്നു കേട്ടോ. ഗൾഫ് എയറിൻ്റെ സർവീസ് നമുക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ബാക്കി നമ്മൾ അതിന് തിരിച്ച് വരുന്നത് എല്ലാത്തിനെ വെച്ച് നോക്കുമ്പോൾ ഗൾഫ് എയറിൻ്റെ സർവീസ് ആയിരുന്നു ഏറ്റവും ബെസ്റ്റായിട്ട് തോന്നി. ആൻഡ് അവർ തന്ന ഫുഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഐക്കിലൊക്കെ കിട്ടാറില്ലേ, ഒരു മീറ്റ് ബോൾ പോലെ. അപ്പോൾ ഇതിനകത്ത് മീറ്റ് ബോൾ ഇല്ലെങ്കിലും ചിക്കനും സ്മാഷ് പൊട്ടറ്റോയും മഷ്റൂമും പിന്നെ പീസും അങ്ങനത്തെ ഓരോ സംഭവമായിരുന്നു. ആൻഡ് ടേസ്റ്റ് സിമിലർ ആയിരുന്നു, നല്ലതായിരുന്നു. സാധാരണ ഫ്ലൈറ്റിലെ ഫുഡിനോട് എനിക്ക് വലിയ എക്സ്പെക്റ്റേഷൻ ഉണ്ടാവാറില്ല. വിശന്നിട്ടാണോ എന്നറിയത്തില്ല, ഈ ഫുഡിനോട് ഭയങ്കര ടേസ്റ്റായിരുന്നു. അപ്പോൾ എന്തായാലും ഫുഡൊക്കെ കഴിച്ച് നമ്മളത് ജസ്റ്റ് ഒന്ന് ഉറങ്ങിയിട്ട് വരാം എന്ന് വിചാരിച്ചപ്പോഴേക്കും, അതായത് ഒരു 3 മണിക്കൂറിൻ്റെ ട്രാവലേ വരുന്നുള്ളൂ അവിടുന്ന്, നമ്മൾ ഏതാണ്ട് ഏതൻസ് ലാൻഡ് ചെയ്യാറായി. അപ്പോൾ ഇനി ലാൻഡിങ് കൂടി കണ്ടിട്ട് നമുക്ക് ഏതൻസിൽ വരാം. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞൊരു കാര്യം ഓർത്ത്, നമ്മൾ ഏതൻസിലോട്ട് വരുന്ന സമയത്ത് അവിടുത്തെ വെതർ ഒട്ടും പ്രഡിക്റ്റബിൾ അല്ല. അതായത് ചിലപ്പോൾ മഴയായിരിക്കാം, ചിലപ്പോൾ വെയിലായിരിക്കാം, ചിലപ്പോൾ തണുപ്പായിരിക്കും. അപ്പോൾ അത് ഏത് വെതറാണെന്നുള്ളത് ഒരു ഗ്യാരണ്ടി ഇല്ല. അപ്പോൾ എന്തായാലും വരുന്ന സമയത്ത് ഒരു കുട കൈ കരുതാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ശ്രേഷി എന്ന് പറഞ്ഞ ഫ്രണ്ടാണ് പറഞ്ഞിട്ടുള്ളത്. എന്തായാലും താങ്ക്സ് ടു ശ്രേഷി, പുള്ളിക്കാരി പറഞ്ഞതുകൊണ്ട് നമ്മൾ കുട കയ്യിലെടുത്തിട്ടുണ്ടായിരുന്നെങ്കിലും അത് ലഗേജിനകത്തായിരുന്നു. സോ പുറത്തിറങ്ങിയ മഴയായിരുന്നു, എന്നാലും കുറച്ച് മഴ കൊണ്ട്, പക്ഷെ ലഗേജിനകത്ത് കൊണ്ടുവരുമ്പോൾ ബാക്കിയുള്ള സമയത്തൊക്കെ മാനേജ് ചെയ്തു. നമ്മൾ മഴയെല്ലാം കൊണ്ടിട്ടാണ് പിന്നെ അവിടെ നിന്ന് ബസ് കയറി പോകുന്നത്. അതായത് നമ്മൾ എന്താ പറയുക, ഫ്ലൈറ്റ് ഇറങ്ങിയിട്ട് പിന്നെ എയർപോർട്ടിലോട്ട് പോകുന്ന ട്രാവൽ ഉണ്ടല്ലോ. സോ അപ്പോൾ എനിവേസ്, അപ്പോൾ ആരെങ്കിലും ഇനി ഏതൻസിലോട്ട് പോകുമ്പോൾ കുട കയ്യിലെടുക്കണം. ആൻഡ് കുട കയ്യിലെടുത്തിട്ട് ബാഗേജിലിട്ടിട്ട് ചിക്കനിട്ട് പോകാൻ പാടില്ല. കയ്യിലിട്ടെന്ന് വെച്ചാൽ കയ്യിൽ തന്നെ വെക്കണം, അല്ലെങ്കിൽ പിന്നെ മഴ കൊണ്ടിട്ട് പോകേണ്ടി വരും. സോ അപ്പം മഴയുടെ കഥയൊക്കെ പറഞ്ഞു കഴിഞ്ഞല്ലോ. അപ്പം നമ്മൾ ഊബർ എടുത്തിപ്പോൾ ഇനി ഹോട്ടലിലോട്ട് പോവാണ്. ആൻഡ് ഇവിടെ ഗ്രീസിലെ ഏതൻസിലൊക്കെ ഊബർ സർവീസ് ഉണ്ട് കേട്ടോ. നമ്മൾ വിയറ്റ്നാം പോയപ്പോൾ നമുക്ക് ഊബർ ഉണ്ടായിരുന്നില്ല. അപ്പം നമ്മളുടെ ഗ്രാബ് ആപ്പ് എന്നാണ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇവിടുന്ന് ഒരു 30 minutes ഡ്രൈവാണ് നമ്മൾ ബുക്ക് ചെയ്ത എയർബിഎൻബിയിലോട്ടുള്ളത്. അപ്പോൾ ഒരു 40 euro ആണ് ആയിട്ടുണ്ടായിരുന്നത് ഏതാണ്ട്. പിന്നെ വേറൊരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ മെട്രോ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 10 euro തീരുമായിരുന്നു. പക്ഷേ നമ്മുടെ കയ്യിൽ ലഗേജും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ വിചാരിച്ചു ഇത്തവണ നമുക്ക് ഊബർ എടുത്തിട്ട് പോവാം. പിന്നീട് നമുക്ക് അവിടെ ചെന്നിട്ട് ലോക്കലായ സ്ഥലത്തൊക്കെ പോകാനായിട്ട് പബ്ലിക് ട്രാൻസ്പോർട്ട് യൂസ് ചെയ്യാം. അപ്പോൾ നമ്മളങ്ങനെ ഹോട്ടലിലെത്തിയിട്ട് അവിടെ തൊട്ടടുത്ത് നമ്മുടെ പ്ലാക്ക മാർക്കറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഈവനിങ് ജസ്റ്റ് അവിടെ ഒന്ന് കറങ്ങി നടന്നിട്ട് തിരിച്ച് റൂമിലിട്ട് പോകുന്നു. അപ്പോൾ ഇനി നമുക്കിനി അടുത്ത ഫെറി എടുത്തിട്ട് ഇനി സാന്റോണിയിൽ പോകും. അധികം കഥ പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല. അപ്പോൾ ഇനി എന്തായാലും നമുക്ക് പെട്ടെന്ന് തന്നെ കപ്പലിൽ കയറിയിട്ട് നമുക്ക് സാന്റോണി എത്താൻ നോക്കാം.
നമ്മളിപ്പോൾ നടന്ന് ഇവിടെ എത്തി, കപ്പൽ കയറാൻ സ്ഥലത്തെത്തി. ഇനി നമ്മൾ ആക്ച്വലി നോക്കുന്നത് 7:20 കപ്പൽ എടുക്കുക. സോ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. അപ്പോൾ ഇതിൻ്റെ അടുത്ത് വല്ല ബ്രേക്ക്ഫാസ്റ്റിൻ്റെ സ്പേസ് ഉണ്ടോ എന്ന് നോക്കണം. അതാണ് നമ്മുടെ മെയിൻ നെക്സ്റ്റ് അജണ്ട. പിന്നെ എന്താ, നല്ല കാറ്റുണ്ട്, ചെറിയ കവറായിട്ടില്ല ആക്ച്വലി. എനിവേസ്, അപ്പോൾ നമുക്കിനി ഫുഡ് കഴിക്കാം, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം, എന്നിട്ട് കപ്പലിൽ കയറി. കാരണം ഇന്ന് കപ്പലൊരു 8 മണിക്കൂർ കപ്പൽ തന്നെയാണ്, ലൈക്ക് ത്രൂ ഔട്ട് ദ ഡേ. നമ്മളൊരു 3 മണിയൊക്കെ ആകുമ്പോഴേ എത്തത്തുള്ളൂ സാൻട്രോണി. സോ അവിടെ എത്തിയിട്ട് ബാക്കി കാണാം. അവിടെ എത്തിയിട്ടല്ല, കപ്പലിനോട് തന്നെ കുറേ കാണിക്കാണ്ടായിരിക്കും. സോ പിന്നെ ഈ കപ്പലിൽ ഈ ബാഗെല്ലാം ലോഡ് ചെയ്തിട്ട് കാണിക്കാം. ബാക്ക് പാക്ക്. സോ ബാഗെല്ലാം നമ്മൾ വെച്ചതിന് ശേഷം പിന്നെ കുറച്ച് ബ്രേക്ക്ഫാസ്റ്റ് പുറത്തുനിന്ന് വാങ്ങിയിട്ടുണ്ടെന്നുള്ളൂ. അപ്പം അതെല്ലാം വാങ്ങി, മെയിൻലി ബ്രെഡും പിന്നെ ഒരു നമ്മുടെ എന്താ പറയുക പപ്സില്ലേ, പപ്സിൻ്റെ ഒരു വേറൊരു വേർഷൻ. സോ പപ്സിനകത്ത് കുറച്ച് സ്പിനാച്ച് ഫില്ല് ചെയ്ത പോലത്തെ സംഭവം നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ്. പിന്നെ കപ്പലിൻ്റെ ഉള്ളിൽ തന്നെ കുറേ ബ്രേക്ക്ഫാസ്റ്റിന് ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. ലൈക്ക് മോർ ഓഫ് ഇങ്ങനെ ബേക്കറിയൊക്കെ പോലെ ആയിരുന്നു, കേക്ക്സും കാര്യങ്ങളൊക്കെ, അല്ലെങ്കിൽ സാൻഡ്വിച്ചസ് സബ്വേലൊക്കെ കിട്ടത്തില്ലേ അതുപോലത്തെ സംഭവങ്ങൾ. നമ്മൾ ഓൾറെഡി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ട് നമ്മൾ വേറൊന്നും പിന്നെ കപ്പലിൽ നിന്ന് വാങ്ങിയില്ല. പിന്നെ നമ്മളൊരു ഗ്ലാസ് കോഫി കുടിച്ചു. കോഫി നല്ലതായിരുന്നു അവിടുത്തെ. അപ്പം അതെല്ലാം കുടിച്ചിട്ട് പിന്നെ നമ്മളിനി കുറച്ച് നേരം അവിടുത്തെ വ്യൂസ് എല്ലാം എൻജോയ് ചെയ്യാമെന്ന് വിചാരിച്ചു. എങ്ങനെയുണ്ട് കപ്പൽ? പിന്നെ വേറെന്താ പറയാനുള്ള? റിട്ടയർഡായ ഒരു ബ്ലോഗറിനാണ് നിങ്ങൾ ഈ കാണുന്നത്. കാല് പോലും നിലത്ത് ഉള്ള ആരോഗ്യമില്ല എന്നാണാവോ എന്നിട്ട് പറയുന്നത് വൻ ബ്ലോഗറാണ്. പറയൂ. കപ്പലിൽ കയറിയിട്ട് 2 മണിക്കൂറായി. 2 മണിക്കൂറായിട്ടുള്ളൂ. 7:15 കയറി അതിൻ്റെ ഉള്ളിൽ കത്തും. ഈ സമയം നോക്കുക കൊണ്ടുപോയത് കൊണ്ട് മാത്രം പുറത്തേക്ക് ഇറങ്ങി. ഇല്ല ഇവിടെ താമസിരിക്കും. സമാധി ആകാറായോ? ഇത് പോർട്രേറ്റിലാണ് എടുക്കുന്നത്, ലാൻഡ്സ്കേപ്പിലല്ല. അതെന്തിനാണാവോ? കാലൊക്കെ ഷൂസൊക്കെ ഇപ്പൊ ഇട്ട്. ബർഗർ ഹൗസ്, ഇവിടെ ബർഗർ കിട്ടും. ഓ, ഇത് ബാക്കിൽ ബർഗർ ഹൗസ് ആണ്. ഫുഡ് എന്തൊക്കെയാണ് ലഞ്ചിനുള്ള പ്ലാൻ ചെയ്യും? ഷുറോസ് ഉണ്ട്. അവാദം പറയുന്നു ചന്തു. എന്താ അവാദം പറയുന്നത്?
അവിടെ ഒരു അപ്പൂപ്പൻ ഒറ്റയ്ക്ക് സമാധാനത്തിൽ ഇരിക്കുമായിരുന്നു. അവിടെ അയാളുടെ മടി പോയി, അയാൾ ഓടിപ്പോയി. ചുമ്മാ അയാൾ എന്നെ നോക്കിയപ്പോൾ ഞാൻ തിരിച്ചു നോക്കി ആസ് യൂഷ്വൽ. അപ്പോൾ അയാൾ ഓടിച്ചു പോയി. അത്ര ഞാൻ ചെയ്തോളൂ. ഇതാണ്. അപ്പോൾ നമ്മളിപ്പോൾ ചുമ്മാ കപ്പലിൻ്റെ ഉള്ളിൽ എന്തൊക്കെ സ്ഥലങ്ങളുണ്ടെന്നൊക്കെ എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമുക്ക് മനസ്സിലായി ഇവിടെ തന്നെ ഒരു ബർഗർ കിട്ടുന്ന സ്ഥലമുണ്ട്. നമ്മൾ മിക്കവാറും ലഞ്ച് നമ്മുടെ ബർഗർ ആയിരിക്കും അല്ലേ? സസ്യ സാധനമാണ് നോക്കുന്നത്. ഇവിടെ നോക്ക്, നമ്മുടെ കപ്പലിൽ ഐലൻഡ്സ്. നമ്മളിപ്പോൾ എവിടെയാണ്? നമ്മൾ ഇവിടുന്ന് ഏതൻസ് ഇവിടുന്ന് നമ്മൾ സാന്റോറിനി എന്താണ്? സോ നമ്മളിപ്പോൾ ഇവിടെ എത്തും. പറോസിലോട്ട് പോവില്ലേ? പറോസ ഇപ്പം എവിടെ? മീലോസ് എവിടെ? ഇത് മീലോസ്. ഇത് പാറോസ്. ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരും, എന്നിട്ട് ഇവിടെ എത്തും. നമ്മൾ ലാസ്റ്റ് നാക്സോസ്. മീലോസ് ആയിരിക്കും. അത് കഴിഞ്ഞിട്ട് യെസ് ലാസ്റ്റ് സ്റ്റോപ്പാണ് നമ്മൾ. ഇപ്പം നമ്മൾ നമുക്ക് ഇത്ര ഡിസ്റ്റൻസ് അത് സ്റ്റാനിയെന്ന് അവർ വരും. എന്നിട്ട് നമ്മൾ ഇവിടെ വെച്ച് കണ്ടുകൂട്ടും. ആരാണ് അവർ? പറയൂ, ആരാണ് അവർ? എക്സ്പ്ലോർ ചെയ്തേ. ഓ, വളരെ വലിയ കണ്ടുപിടുത്തമായി. ഇനി അടുത്ത എക്സ്പ്ലോറർ എങ്ങോട്ടാണ് അടുത്തത് പോകുന്നത്? എനിക്ക് ഓർമ്മയില്ല. ഇപ്പൊ ഇതിന് 7 floors ഉണ്ട്. എക്കണോമിക് ക്ലാസ് ആണ് 6th. നമ്മൾ 6th ബിസിനസ് ക്ലാസ് 7. 8 cabins. Yeah, so we are in 6th floor. ഇവിടെ ഉണ്ട് കോഫി ബാർ. അതൊരു കോഫി ബാറാണ്. ആ സെയിം കോഫി ബാർ തന്നെയാണ്. ഇത് നമ്മളുണ്ടല്ലോ, ഈ കോഫി ബാറും കൂടെ എക്സ്പ്ലോർ ചെയ്യാം. നമ്മൾ ആദ്യം പ്ലാൻ ചെയ്ത സമയത്ത് നമ്മൾ പാറോസിലും കൂടി പോകണമെന്ന് പ്ലാൻ ചെയ്തായിരുന്നു. പിന്നെ നമ്മുടെ ഫ്രണ്ട്സോടെ വരുന്നുണ്ടെന്ന് ഒരു പ്ലാനിങ് ഉള്ളപ്പോൾ നമ്മളത് ഹെറാക്ലിയോണാക്കി, അതായത് സാന്റോറിനിയിൽ ആദ്യം 2 days സ്പെൻഡ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഹെറാക്ലിയോണിൽ പോകും. സോ അതാണ് നമ്മുടെ പ്ലാൻ. അപ്പോൾ പാറോസ് ഇല്ല. പക്ഷേ എനിവേസ് നമുക്ക് ഈ കപ്പിൽ കുറേ സ്ഥലത്ത് നിർത്തി പോകുന്നതുകൊണ്ട് നമുക്ക് ഇങ്ങനെ പാറോസ് ദൂരം നിന്ന് കാണാൻ പറ്റും. ലൈക്ക് ഒരു ഓവറോൾ ലുക്ക് നമുക്കിങ്ങനെ കിട്ടി. ആൻഡ് അപ്പോൾ ഇതാണ് നമ്മുടെ പാറോസ്. പിന്നെ നമുക്ക് ബാക്കി സംഭവങ്ങൾ നോക്കാം. ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ എത്തിയത് പാറോസ് ആയിരുന്നു. പാറോസിൽ കുറേ പേര് ഇറങ്ങും, കുറേ പേർക്ക് കയറും. അത് കഴിഞ്ഞിട്ട് ഈ മീലോസ് വരും. അത് കഴിഞ്ഞിട്ട് നമ്മുടെ സാന്റോറിനിയുള്ള നമ്മുടെ ലാസ്റ്റ് സ്റ്റോപ്പ്. അതൊരു 3 മണിയാവും. ഇപ്പോൾ ഇവിടുത്തെ സമയം 11:30. ബാക്കി വീട്ടിൽ കാണാം. ചെമ്പ് പറയട്ടെ, എന്താണ് വ്യൂ കാണുന്നുള്ള ആഗ്രഹമുണ്ട് ടെക്കിൻ്റെ. സോ അപ്പോൾ നമ്മുടെ ലഞ്ച് ഇതായിരുന്നു. നമ്മൾ നേരത്തെ കണ്ട ബർഗർ ഹൗസിൽ തന്നെയാണ് ലഞ്ച് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവിടുത്തെ ഈ ബർഗറിന് അറൗണ്ട് 6 ആയിരുന്നു, euro 6.2. പിന്നെ അതിൻ്റെ കൂടെ ഞാൻ കഴിക്കാൻ വേണ്ടി മയോണൈസിൻ്റെ ഡിപ്പ്, അല്ലാണ്ട് അവർ കൊടുക്കുന്ന മസ്റ്റാർഡ് സോസിൻ്റെ ഡിപ്പ് അതെനിക്ക് അത്ര ഇഷ്ടമല്ല. അതുകൊണ്ട് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് മയോണൈസ് ഡിപ്പ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. മൊത്തം ഒരു 7.3 euro ആയി. അത് ഏതാണ്ട് ഒരു അറൗണ്ട് 750 ആ റേറ്റ് വരും നമ്മുടെ ഇന്ത്യൻ റുപ്പി ആണെന്നുണ്ടെങ്കിൽ. നമ്മൾ എന്തായാലും അടുത്ത ഡെസ്റ്റിനേഷൻ എത്തി, മീലോസ്. ഇനി നമ്മൾ അടുത്ത ഏറ്റവും ലാസ്റ്റ് നമ്മുടെ എത്താറായി. ഇനി കുറച്ച് നേരം കൂടിയേ ഉള്ളൂ. ഒരു 1 hour നമ്മൾ സാന്റോറിനി എത്തും. പിന്നെ നമുക്ക് സാന്റോറിനി എത്തിയിട്ട് കാണാം.
ഇവിടെ പോട്ട് ഇറങ്ങിയപ്പോ മഴ. സോ നമ്മളങ്ങനെ ഫൈനൽ ഡെസ്റ്റിനേഷനിലെത്തി, പോർട്ടെത്തി. ആൻഡ് പോർട്ടിൽ നിന്ന് നമുക്കിനി ഹോട്ടലിലോട്ട് പോകണം. ഹോട്ടൽ നമ്മൾ ബുക്ക് ചെയ്തിരിക്കുന്നത് ഫിറ ടൗണിലാണ്. അപ്പോൾ ഫിറ ടൗണിലോട്ട് നമുക്ക് പോർട്ടിൽ നിന്ന് ഒന്നെങ്കിൽ ടാക്സി എടുത്തിട്ട് പോകാം, അല്ലെങ്കിൽ ബസ് എടുത്തിട്ട് പോകാം. സോ ടാക്സി എടുത്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ ഒരു 35-40 യൂറോസ് ആവും. പക്ഷേ ബസ്സാണ് എടുക്കുന്നുണ്ടെങ്കിൽ ഒരാൾക്ക് ടിക്കറ്റിന് 2.5 യൂറോസേ ആവത്തുള്ളൂ. അപ്പോൾ നമുക്ക് 2 പേർക്കും കൂടി 5 യൂറോയിൽ പോകാൻ പറ്റും. സോ അതാണ് ഏറ്റവും ചീപ്പർ ഓപ്ഷൻ. ആൻഡ് ഒരു 20-25 മിനിറ്റ്സിൻ്റെ ഡ്രൈവിൽ നമുക്ക് ഫിറ എത്താനും പറ്റും. പിന്നെ ഈ ബസ് എടുക്കുന്നത് കുറച്ച് ട്രിക്കി ആയിരുന്നു. നമ്മൾ ബസ് സ്റ്റോപ്പ് എവിടെയാണെന്നുള്ള പ്രോപ്പറായിട്ടൊന്നും അവർ എഴുതിയിട്ടുണ്ടല്ലോ. പക്ഷെ നമ്മൾ അവിടെയുള്ള ഒരു ലോക്കലിനോട് ചോദിച്ചിട്ടാണ് നമുക്ക് അവസാനം ബസ്സിൻ്റെ സ്റ്റാൻഡെല്ലാം മനസ്സിലായി. അപ്പോൾ അതൊന്ന് ജസ്റ്റ് കെയർഫുൾ ആയിരിക്കുക. കാരണം അവിടെ അല്ലാത്ത അവരിങ്ങനെ പ്രൈവറ്റ് പാർട്ടീസ് ഇങ്ങനെ ബസ് കാർ എന്നൊക്കെ പറഞ്ഞിട്ട് കൊടുക്കുന്നുണ്ടായിരിക്കും. ബട്ട് അത് അത്ര ഒതൻറ്റിക് ആയിരിക്കില്ല, അവർ എക്സ്ട്രാ ചാർജ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പം നമ്മൾ പ്രോപ്പർ ബസ് സ്റ്റോപ്പ് പോയിട്ട് തന്നെ എടുക്കാൻ നോക്കുക. ആൻഡ് അപ്പോൾ 2.5 യൂറോ ആണ് ഒരാൾ ടിക്കറ്റ് വരെ ഫിറ ടൗണിലോട്ട്. പിന്നെയാണ് ഞാൻ വേറൊരു കാര്യം ശ്രദ്ധിച്ചത്, നമ്മൾ എപ്പോൾ ചെന്നിറങ്ങുമ്പോൾ ഡെസ്റ്റിനേഷൻ നേരത്തെ അതുപോലെ ഏതൻസ് എയർപോർട്ടിൽ ചെന്നിറങ്ങിയപ്പോഴും മഴയായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ പോർട്ടിൽ വന്നിറങ്ങിയപ്പോഴും മഴയാണ്. അപ്പോൾ നമ്മൾ ഏത് ഡെസ്റ്റിനേഷൻ ചെന്നിറങ്ങുമ്പോഴും മഴ പെയ്യുന്നുണ്ട്. ആൻഡ് മഴ പെയ്ത് ആ ഒരു ഫുൾ ലാൻഡ്സ്കേപ്പ് എൻജോയ് ചെയ്തിട്ടാണ് പിന്നെ ബസ് റൈഡ് മൊത്തം പോകുന്നത്. ആൻഡ് ഭയങ്കര നാരോ സ്റ്റീപ്പായിട്ടുള്ള റോഡാണ്. പക്ഷേ ഡ്രൈവേഴ്സ് ആർ വെരി സ്കിൽഡ് അങ്ങനെ പറയേണ്ടി വരും. കാരണം അവർ ഇത്രയും ഒബ്സർവ് ചെയ്ത് മേലിൽ നിന്ന് വേറെ വണ്ടി വരുമ്പോൾ അവിടെ സ്റ്റോപ്പ് ചെയ്തൊക്കെ നിർത്തിയിട്ടാണ്. കാരണം ഒറ്റ വണ്ടിക്ക് പോകാൻ പറ്റത്തുള്ളൂ. ആ ഒരു രീതിയിലാണ് ഒരു വെച്ചിരിക്കുന്നത്. 2 വണ്ടി കൂടി വന്നു കഴിഞ്ഞാൽ ഒന്ന് കെയർഫുൾ ആയതെങ്കിൽ ഭയങ്കര ആക്സിഡൻറ്റ്സ് ഒക്കെ വരാം. പക്ഷെ എന്തായാലും അവർ നന്നായി ഡ്രൈവ് ചെയ്തു. നമ്മളൊരു 20-25 മിനിറ്റ്സിൽ തന്നെ ഫിറ ടൗണിലെത്തി. ഇവിടെ ബസ് ചെയ്തു, അവിടെ വേറെ വണ്ടി വന്നു. ഓ, വേറെ ബസ് പോകാൻ വേണ്ടിയിട്ട്. താഴ്ന്ന് വരുമ്പോൾ ശ്രദ്ധിക്കുമായിരിക്കും, അത്രയും ഒബ്സർവേഷൻ ആയിരിക്കും അവർക്ക്. കാണാൻ പറ്റുന്നില്ല. സോ ഫിറ ടൗണിലെ ലോക്കസ് ഓൺ ദ ക്ലിഫ് എന്ന് പറഞ്ഞ ഹോട്ടലാണ് നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം ഞാനവിടെ എത്തുന്നതിന് മുന്നേ തന്നെ ഹോട്ടലിലുള്ള ആളെ വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം നമ്മുടെ അടുത്ത് കുറേ ലഗേജ് ഉള്ളതുകൊണ്ട് അവരാരെങ്കിലും വിടും നമ്മൾ ഹെൽപ്പ് ചെയ്യാനായിട്ട്. അപ്പോൾ എത്തുന്നതിൻ്റെ ഒരു 5 മിനിറ്റ്സ് മുന്നേ അവർ നമ്മളങ്ങനെ വിളിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ, കാരണം ഒരു 5 മിനിറ്റ്സ് വാക്കേ ഉള്ളൂ ഹോട്ടലിലോട്ട്. സോ അവർ വന്ന് നമ്മളെ പിക്ക് ചെയ്യാൻ വരും. പിക്ക് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ബേസിക്കലി അവർ ലഗേജ് എടുക്കാൻ വരും, ഹെൽപ്പ് ചെയ്യാൻ. ആൻഡ് ഇതാണ് നമ്മളെ ഹോട്ടലിലേക്കുള്ള വഴി. മഴ ആയതുകൊണ്ട് തന്നെ എല്ലാം ഭയങ്കര ഇങ്ങനെ വഴുക്കലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് കെയർഫുള്ളായിട്ട് നടക്കണമായിരുന്നു അവിടെ എല്ലാം. മൊത്തത്തിൽ നമ്മൾ അവരെ വിളിച്ചത് എന്തായാലും നന്നായി, അല്ലെങ്കിൽ 2-3 ലഗേജ് നമ്മൾ മാനേജ് ചെയ്യുമ്പോൾ ഇറ്റ് ബി വെരി ഡിഫിക്കൾട്ട്. പക്ഷെ അവരെന്തായാലും ഭയങ്കര ഹെൽപ്ഫുള്ളായിരുന്നു. അപ്പോൾ ടൈമിൽ തന്നെ എത്തി. ആൻഡ് നമ്മുടെ ലൊക്കേഷൻ വാസ് ലൈക്ക് പെർഫെക്റ്റ്. നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് ഫുൾ ഇങ്ങനെ ഷോപ്പിംഗ് ഏരിയാസും പിന്നെ എന്താ പറയുക കുട്ടി കുട്ടി കടകൾ, ജ്വല്ലറി ഷോപ്സ്, ഗിഫ്റ്റ് ഷോപ്സ്, അങ്ങനെയുള്ള ഏരിയകളായിരുന്നു. പിന്നെ മൊത്തത്തിൽ ശ്രദ്ധിച്ചിട്ടുള്ള അവിടെ എല്ലായിടത്തും സ്റ്റെപ്സാണ്. സ്റ്റെപ്സ് ഇറങ്ങുക, സ്റ്റെപ്സ് കയറുക. അപ്പോൾ ഈ ലഗേജ് വെച്ച് കയറുക ഇറങ്ങുക നമുക്ക് യൂസ് ടു അല്ലെങ്കിൽ, പ്രത്യേകിച്ച് ഈ മഴയൊക്കെയുള്ള സമയത്ത് കുറച്ച് റിസ്ക്കിയാണ്. നമ്മൾ നടന്നു പോകുമ്പോൾ തന്നെ കുറേ പേരൊക്കെ വീണിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ വളരെ കെയർഫുള്ളായിട്ട് നോക്കി വേണം പോകാനായിട്ട്. ഒരു ഒക്ടോബർ മാസം ആയതുകൊണ്ട് തന്നെ കുറച്ച് അൺപ്രഡിക്റ്റബിൾ ആയിരിക്കും, ലൈക്ക് മഴയാണോ വെയിലാണോ തണുപ്പാണോ വരാൻ പോകുന്നുള്ളത്. അപ്പോൾ എനിവേസ്, അപ്പോൾ നമ്മളിപ്പോൾ ഹോട്ടലിലോട്ട് പോയിക്കൊണ്ടിരിക്കുവാണ്. ആൻഡ് നമ്മുടെ ഹോട്ടൽ ഞാൻ പറഞ്ഞില്ലേ, ലൈക്ക് ലോക്കസ് ഓൺ ദി ക്ലിഫ്. ആൻഡ് നല്ല കിഡ് ലൊക്കേഷനിലായിരുന്നു കേട്ടോ ഹോട്ടൽ. അപ്പോൾ എന്തായാലും അത് കാണിച്ചു തരാം.
മനുഷ്യനില്ല. സാൻഡ്രോയുടെ ഭംഗി മൊത്തം ആസ്വദിച്ചിട്ട് പോകും. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ലോക്കസ് ഓൺ ദി ക്ലിഫ് എന്ന ഹോട്ടലാണ് നമ്മൾ നിന്നിട്ടുണ്ടായിരുന്നു. വ്യൂ ഒരു രക്ഷയുണ്ടായിരുന്നില്ല. അപ്പോൾ എന്തായാലും അവിടുത്തെ റൂം ടൂർ ചെറുതായിട്ടൊന്നും തരാം. ചെറിയ റൂമാണ്, ബട്ട് ഒരു ഡിഫറെൻറ്റ് ആർക്കിടെക്ചറിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അതിൻ്റെ കേവ് കുറച്ചുകൂടെ പെയിൻ്റ് അടിച്ച് വെച്ചിരിക്കുന്ന പോലെ സെറ്റപ്പായിരുന്നു. എല്ലാം ഒരു റാറ ഷേപ്പിലാണ് എല്ലാം ഇരിക്കുന്നുണ്ടായിരുന്നു. എനിവേസ് അവിടെ ഒരു കുട്ടി ബാത്റൂം ഉണ്ട്, പിന്നെ ലൈക്ക് ഷവർ ഏരിയ വരും, പിന്നെ ബെഡ്റൂം ലൈക്ക് ഡബിൾ ബെഡ്റൂം, പിന്നെ അതിനടുത്തായിട്ട് ഒരു സ്റ്റോറേജ് സ്പേസ് ആയിട്ട് ജസ്റ്റ് റാക്ക് പോലെ വെച്ചിട്ടുള്ളൂ. പിന്നെ ഒരു ലോക്കർ ഫെസിലിറ്റി ഉണ്ടായിരുന്നു. പിന്നെ അവർ നമുക്കായിട്ട് തന്നെ ഒരു വെൽക്കം കിറ്റല്ല, ചുമ്മാ കുറച്ച് സ്വീറ്റ്സും നട്ട്സ് മിഠായിയൊക്കെ പോലത്തെ സംഭവങ്ങൾ തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതൊന്നുമല്ല മെയിൻ, നമ്മൾ ഈ റൂം എടുക്കാൻ തന്നെ മെയിൻ കാരണം അവിടുന്ന് കിട്ടുന്ന വ്യൂ. ആൻഡ് ഇവിടുന്ന് നമുക്ക് സൺസെറ്റ് കാണാൻ പറ്റുവാണെങ്കിൽ പൊളിക്കും. അപ്പോൾ നമ്മളിവിടെ വന്ന ദിവസം മഴ ആയതുകൊണ്ട് നമുക്ക് പ്രോപ്പർ സൺസെറ്റ് കാണാൻ പറ്റില്ല. ബട്ട് ഇറ്റ് വാസ് ലൈക്ക് മോർ ഓഫ് ലൈക്ക് നമ്മളൊരു ഗാലക്സി കാണുന്ന ഫീലാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ബട്ട് എനിവേ ഈ സൺസെറ്റ് നമ്മുടെ വൺ ഓഫ് ദി ബ്യൂട്ടിഫുൾ സൺസെറ്റ് ഐ എവർ വാച്ച്ഡ് എന്ന് പറയേണ്ടി വരും. എനിവേസ് അപ്പോൾ നമ്മൾ ഈ വ്യൂ ഒക്കെ കുറേ നേരം എൻജോയ് ചെയ്തു. എന്നിട്ട് ഇനി നമുക്ക് ഡിന്നർ കഴിക്കാനുള്ള പ്ലാൻ ഉണ്ട്. കാരണം നമ്മുടെ ഇന്ത്യൻ ടൈമിനായിട്ട് അറൗണ്ട് ഒരു 2-3 hours ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ അവിടെ സൺസെറ്റ് ആകുമ്പോഴേക്കും നമുക്ക് നന്നായിട്ട് വിശക്കാൻ തുടങ്ങുമല്ലോ. അതായത് അവിടുത്തെ ഒരു 6:30 എന്ന് പറയുമ്പോൾ നമ്മുടെ ഇവിടുത്തെ ഒരു 9 o'clock ഇന്ത്യൻ ടൈം ആയിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ടാണോ എന്നറിയത്തില്ല, നമുക്ക് ഏതാണ് നന്നായി വിശക്കാൻ തുടങ്ങി. നമ്മൾ വിചാരിച്ചു ഇനി ഡയറക്റ്റ് ഡിന്നർ കഴിച്ചിട്ട് നേരെ വന്ന് റെസ്റ്റ് എടുക്കാം. ലോങ് ഡേ ആയിരുന്നല്ലോ. സോ നമ്മൾ ഡിന്നർ കഴിക്കാൻ വേണ്ടി കുറേ തപ്പി. ഏറ്റവും റേറ്റിംഗ് ഉള്ള ഇവിടെയല്ല, നമ്മളാണെങ്കിലും പേഴ്സണലി സജസ്റ്റ് ചെയ്യുന്ന ഒരു സ്ഥലമാണിത്, ഒസോറി എന്ന് പറഞ്ഞൊരു ഹോട്ടൽ. ഓക്കെ, സോ ഇവിടുത്തെ ഫുഡ് വാസ് റിയലി ഗുഡ്. ലൈക്ക് റേറ്റിംഗ് വെറുതെ കിട്ടിയല്ല, ഒസോറി. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് പോകുന്നതുകൊണ്ട് ഒരു മെയിനായിട്ട് ഒരു 3 ഡിഷസ് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ 3 ഗ്രീക്ക് ഡിഷസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഐറ്റം എന്ന് പറയാം. ഇതെന്താ ഐറ്റം? സ്റ്റഫ് വിത്ത് റൈസ്. ഇതാണ് നമ്മുടെ ചീര അല്ലെങ്കിൽ സ്പിനാച്ചൊക്കെ പോലത്തെ എന്തോ ഒരു ലീഫിനകത്ത് ചോറ് വെച്ചിട്ട് തരുന്ന ഡിഷ് പോലെ. എനിക്ക് സത്യം പറഞ്ഞാൽ അത്ര ഇഷ്ടപ്പെട്ടില്ല. അത് മാത്രം എക്സെപ്റ്റ് ബാക്കി എല്ലാം സൂപ്പർ ഫുഡായിരുന്നു. ഇതൊരു കയ്പ്പുണ്ടായിരുന്നു. അല്ലാണ്ട് നമ്മൾ വേറെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് ഒരു മീറ്റ് കറിയുടെ ഒരു ഇതും, പിന്നെ മീറ്റ് ചില്ലി പോലത്തെ സംഭവം, പിന്നെ ചോറും, പിന്നെ മൊസാക്ക എന്ന് പറഞ്ഞിട്ട് സംഭവം. ഈ മൊസാക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പോട്ടിനകത്ത് ചീസ്, ആലു, നമ്മുടെ ബേഗൺ, വഴുതനങ്ങ ആൻഡ് മീറ്റ് ഇതെല്ലാം കൂടി ചെയ്തിട്ട് ദം ചെയ്യുന്ന സംഭവമായിരുന്നു. അപ്പോൾ അതെന്തായാലും സൂപ്പറായിരുന്നു, ഒരു രക്ഷയുണ്ടായിരുന്നില്ല. അപ്പം സോ ഹെവി ഡിന്നറിന് ശേഷം നമ്മൾ സുഖമായിട്ട് കിടന്നുറങ്ങി. ഇനി നമുക്ക് അടുത്ത ദിവസം ബ്രേക്ക്ഫാസ്റ്റ് കൊണ്ട് കണ്ടിട്ട് നമുക്ക് വീഡിയോ എൻഡ് ചെയ്യാം. സോ നമ്മൾ ഒക്ടോബറിൽ ടിക്കറ്റ് ബുക്ക് ചെയ്തപ്പോൾ ആദ്യം ഓർത്തൊരു കാര്യമാണ്, അവിടെ ക്രൗഡ് കുറവായിരിക്കും, വ്യൂ ഒക്കെ നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും. ദാറ്റ് വാസ് ലൈക്ക് എ ഗുഡ് ഡിസിഷൻ. ആരും ഉണ്ടായിരുന്നില്ല. ഇത് മൊത്തം ലൈക്ക് പ്രൈവറ്റായിട്ട് നമുക്കായിട്ടുള്ള പോലെയായിരുന്നു. സോ ഭയങ്കര സൂപ്പറായിട്ട് നമുക്ക് എല്ലാ വ്യൂവും, ഈ കൾച്ചറൽ വ്യൂസൊക്കെ കാണാൻ പറ്റി. ആൻഡ് ഇവിടെ തന്നെ അവരുടെ റെസ്റ്റോറൻറ്റ് കൂടെ ബ്രേക്ക്ഫാസ്റ്റ് ബുഫേ കോംപ്ലിമെൻ്ററി ആയിരുന്നു. വെച്ചാൽ നമ്മുടെ ഹോട്ടലിൻ്റെ പ്രൈസ് തന്നെ ഇൻക്ലൂഡഡ് ആയിരുന്നു. ആൻഡ് ഭയങ്കര വലിയ സ്പ്രെഡായിരുന്നു അവിടെ ബ്രേക്ക്ഫാസ്റ്റ്. ആൻഡ് ഇവരെന്ന് വെച്ചാൽ നമ്മളതിന് ബുഫേ പോലെ നമ്മൾ പോയി എടുക്കേണ്ട, അവർ നമുക്ക് തന്നെ കൊണ്ടുവന്ന് സെർവ് ചെയ്ത് തരും. അപ്പോൾ അതിൽ മെയിനായിട്ട് സ്ക്രാമ്പിൾഡ് എഗ് ഉണ്ടായിരുന്നു, മഷ്റൂംസ് ഉണ്ടായിരുന്നു, സോസേജസ് ഉണ്ടായിരുന്നു, ബ്രെഡ് ഉണ്ടായിരുന്നു, ഹാം ഉണ്ടായിരുന്നു, ബട്ട് ലൈക്ക് കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു. ആൻഡ് ഇത്രയും ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ ഈ ഒരു വ്യൂവിൽ ഇരുന്ന് കാണുമ്പോൾ നമ്മൾ ഈ ഹോട്ടലിന് കൊടുത്ത റേറ്റ് അത്ര നഷ്ടമായിട്ട് തോന്നിയില്ല. സോ മോസ്റ്റ്ലി നമ്മുടെ ഈ സാന്റോറിനി ട്രിപ്പിലെ മെയിൻ ഹൈലൈറ്റ് പോയിന്റ് വാസ് ദിസ്, ഈ സ്റ്റേ അറ്റ് ദിസ് ലോക്കസ് ക്ലിഫ്. അപ്പോൾ ആരെങ്കിലും അവിടെ നിൽക്കണം, നല്ല വ്യൂസ് കാണണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഐ വുഡ് ഡെഫിനറ്റ്ലി സജസ്റ്റ് ടു ഗോ ഫോർ ലോക്കസ് ക്ലിഫ്. ബട്ട് ഒക്ടോബർ സീസണിലുള്ള ടൈമിൽ പോയാലായിരിക്കും കുറച്ചുകൂടെ, അല്ലെങ്കിൽ ബാക്കി ടൂറിസ്റ്റൊക്കെ വന്നിട്ട് നമ്മുടെ ഈവൻ പ്രൈവറ്റ് പ്ലേസ് ആണെങ്കിൽ അവർ വന്ന് ഫോട്ടോസൊക്കെ എടുക്കുന്ന സംഭവം കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് നമുക്ക് ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മളെന്തായാലും ഈ ബ്യൂട്ടിഫുൾ വ്യൂവിൽ ഇരുന്ന് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്ക് ഈ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പരിപാടി കഴിഞ്ഞിട്ട് ഇനി അടുത്ത എഗ്ലേഷൻ എന്ന് പറഞ്ഞ പോലെ നമുക്ക് ഒയയും ഫിറ ടൗണും എക്സ്പ്ലോർ ചെയ്യാനുണ്ട്. അതുകൂടെ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഈ വീഡിയോ ഭയങ്കര ലെങ്തി ആയിരിക്കും. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ until then, bye bye guys.